നമ്മളിന്ന് റെക്കോർഡ് ചെയ്യുന്നത് സ്കാൽപ്പിംഗ് എൻട്രി ടെക്നിക്കിൻ്റെ വേറൊരു രീതിയിലുള്ള നമ്മളുടെ കോൺഫ്ലുവൻസസ് എങ്ങനെയാണ് മാർക്കറ്റിൽ മനസ്സിലാക്കാൻ പോകുന്നത്, എങ്ങനെയാണ് അതൊരു ഇൻട്രാക്റ്റീവ് സെഷനിൽ കൂടെ, അതായത് ഒരു ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിച്ചുകൊണ്ട് തന്നെ നമ്മളൊരു ഇൻട്രസ്റ്റിംഗ് സെഷനായിട്ട് തന്നെ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കാൻ പോവാണ്. അപ്പം നമ്മളിപ്പോൾ ഓൾറെഡി സ്കാൽപ്പിങ്ങിനെ പറ്റി എത്ര വീഡിയോ ചെയ്തു? 8 വീഡിയോളം ചെയ്തു. ഇത് 9ാമത്തെ വീഡിയോ ആണ് സ്കാൽപ്പിംഗ് ടെക്നിക്കിനെ പറ്റി. അപ്പോൾ ഇതെല്ലാം കൂടെ ഒരു വീഡിയോയിൽ പറഞ്ഞ പോരെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു വീഡിയോയിൽ പറയുന്നതിൽ നല്ലത് പല ദിവസങ്ങളിൽ ലൈവ് മാർക്കറ്റിലും അതുപോലെ തന്നെ നമ്മളുടെ ഓഫ്ലൈൻ മാർക്കറ്റിലും ഒക്കെ ആയിട്ട് നമ്മൾ കാണുന്ന സെനാരിയോസ് അത് കൂടുതൽ ഫെമിലറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിഫറെൻറ്റ് വീഡിയോ ആയിട്ട് നമ്മൾ ഒരു കൺസെപ്റ്റ് തന്നെ ഡിഫറെൻറ്റ് ആംഗിളിൽ നമ്മൾ ചിന്തിച്ചെടുക്കുമ്പോൾ നമുക്ക് കൂടുതൽ കോൺഫിഡൻസ് തോന്നും ചാർട്ട് റീഡിങ്ങിലേക്ക്. അപ്പം അതിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും റെഡിയാക്കുക എന്നുള്ളതാണ് എൻ്റെ മെയിൻ ആയിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത്. Welcome back friends, my name is Sobi and you are watching Trading Secrets YouTube channel. ഫ്രണ്ട്സ്, അപ്പം നമ്മളിപ്പോൾ ഇവിടെ ഒരു ചാർട്ട് നമ്മൾ കാണും. നാസ്താക്കിൻ്റെ ചാർട്ടാണ്. ഇന്നത്തെ ദിവസം 14 ജനുവരി 2025. അപ്പോൾ ഇന്ന് ഞാനൊരു എൻട്രി എടുത്ത ഒരു ലെവലാണ് ഈ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ എൻട്രി എടുക്കുന്നത്? ഈ സ്കാൽപ്പിങ്ങിൻ്റെ എൻട്രി ടെക്നിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിക്വിഡിറ്റിയെ ബേസ് ചെയ്തിട്ടും കൂടെ നമ്മൾ നോക്കുമ്പോഴാണ് നമുക്ക് സ്കാൽപ്പിംഗ് എൻട്രി ടെക്നിക്ക് ഫ്രൂട്ട്ഫുൾ ആയിട്ട് വരുന്നത്. മേ ബി അത് 2 ക്യാൻഡിലായിരിക്കാം, ചിലപ്പോൾ 3 ക്യാൻഡിലായിരിക്കാം, ചിലപ്പോൾ 1 ക്യാൻഡിലായിരിക്കാം. ദ സെറ്റപ്പ് ഈസ് ബേസ്ഡ് ഓൺ ലിക്വിഡിറ്റി മനസ്സിലാക്കി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും അത് എങ്ങനെയാണ് ഇതിനകത്ത് വർക്കൗട്ട് ചെയ്യുന്നത് എന്നുള്ളത് കാണിച്ചു തന്നു കഴിയുമ്പോഴത്തേനും പുതിയൊരു അറിവ് നിങ്ങളിലേക്ക് പതുക്കെ നിറയാൻ തുടങ്ങും. ഈ പുതിയ അറിവ് നിറയണം എന്നുണ്ടെങ്കിൽ നമ്മളുടെ ട്രേഡിംഗ് സീക്രറ്റ്സ് യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന 250ഓളം വീഡിയോയ്ക്കകത്തുനിന്ന് ഒരു 3 സീരീസിലായിട്ട് ഡീകോഡിംഗ് സീരീസ്, മാർക്കറ്റ് സ്ട്രക്ചർ കമ്പൈൻഡ് വിത്ത് ലിക്വിഡിറ്റി, ഇത് 3 കൂടെ ഒരു 80ഓളം വീഡിയോ ഉണ്ട്. ഇതൊരു പ്രാവശ്യം കണ്ടു കഴിയുമ്പോഴത്തേനും നിങ്ങൾക്ക് ഏകദേശം കാര്യം പിടികിട്ടും. അതിന് സെപ്പറേറ്റ് പ്ലേലിസ്റ്റും ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ സീയിങ് ദിസ് സ്ട്രക്ചർ, ഞാനിവിടെ ഇന്നൊരു ബൈ ചെയ്ത ഒരു പോയിൻ്റ് ആയിരുന്നു. എന്തുകൊണ്ടാണ് ഞാൻ ഈ പോയിന്റിൽ ബൈ ചെയ്തതിൻ്റെ കാര്യം എന്ന് പറയുന്നത്? ഇവിടുത്തെ ഈ സ്ട്രക്ചർ പ്രകാരം പ്രൈസ് വന്നു, ബ്രേക്കപ്പ് സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്തു അല്ലേ? അതിന് മുന്നേ തന്നെ 100% പ്രൈസ് ലിക്വിഡേഷൻ നടത്തി കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേനും 100% പ്രൈസ് ലിക്വിഡേഷൻ നടത്തി കഴിഞ്ഞതിന് ശേഷം അടുത്ത ബ്രേക്കപ്പ് സ്ട്രക്ചറിന് മുന്നിലുള്ള സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇതാണ്, ഒരു ലിക്വിഡിറ്റി പോയിന്റ് എന്ന് പറയുന്നത് അല്ലേ? ഇപ്പോൾ നമ്മൾ ഇതിനെ ഒരു ലൈൻ ഇവിടെ ഡ്രോ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ ലൈനാണ് നമ്മളുടെ ലിക്വിഡിറ്റി പോയിന്റ് എന്ന് പറയുന്നത്. ആ പർട്ടിക്കുലർ ലൈനിൻ്റെ താഴെ പ്രൈസ് ടാപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പം ഐ ബോട്ട് ഇറ്റ്. സോ ബിക്കോസ് ബേസ്ഡ് ഓൺ ലിക്വിഡിറ്റി, ഇറ്റ്സ് എ ലിക്വിഡിറ്റി ട്രിഗർ. ആ സമയത്താണ് ഞാൻ എൻട്രി എടുക്കുന്നത്. നമ്പർ 1. നോ, ഇങ്ങനെ നമ്മൾ ഈ സ്ട്രക്ചർ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനത്തെ എൻട്രി സെനാരിയോയിലേക്ക് നമ്മൾ നോക്കി കഴിഞ്ഞപ്പോഴത്തേനും എൻട്രി പോയിന്റ് ഈസ് വെരി ക്ലിയർ, റൈറ്റ്? ബിക്കോസ് സ്ട്രക്ചർ ലിക്വിഡിറ്റി ഇതിൽ വന്നിരിക്കുന്നത് എത്ര പ്രാവശ്യം പ്രൈസ് മാനിപ്പുലേഷൻ കഴിഞ്ഞതിന് ശേഷമാണ് ഇവിടെ വന്നിരിക്കുന്നത്. സോ ഈ ഒരു സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ പോലും എന്താണ് നമുക്ക് കാണുന്നത്? സീക്വൻഷ്യൽ ഓർഡർ ഫ്ലോ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും അല്ലേ? ഇവിടെ ഇത് ലിക്വിഡേറ്റ് ചെയ്യുന്നുണ്ട്. ഏകദേശം ഈ ഒരു ലൈൻ നമ്മളിവിടെ വെച്ച് വരയ്ക്കുകയാണെങ്കിൽ, ഈ ഒരു പർട്ടിക്കുലർ ലൈൻ ഇവിടെ വെച്ച് വരയ്ക്കുകയാണെങ്കിൽ ഏകദേശം അവിടെ വന്ന് ലിക്വിഡേറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ? 1 2 3 2 is liquidated, then price goes the other way, then price liquidation is happening. അങ്ങനെ പുൾ ബാക്ക് എല്ലാം നടന്ന് ഒരു സൈഡിലേക്ക് മാർക്കറ്റ് പോകുന്നുണ്ട് അല്ലേ? അപ്പോൾ ഇവിടെ സീക്വൻഷ്യൽ ഓർഡർ ഫ്ലോ കാണിക്കുമ്പോഴും അതുപോലെ തന്നെ പ്രോ ട്രെൻഡ് ഈസ് ബുള്ളിഷ് ക്യാൻഡിൽസ് കണ്ടോ, പല പ്രാവശ്യം ബൈങ് വരുന്നുണ്ട്, ലിക്വിഡേറ്റ് ചെയ്യുന്നുണ്ട്, ബൈ ചെയ്യുന്നുണ്ട്, ലിക്വിഡേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അപ്പം ഈ ലിക്വിഡേറ്റ് ചെയ്യുന്നതിനെക്കാട്ടിലും പ്രോ ട്രെൻഡിനകത്തെ ക്യാൻഡിൽ സ്റ്റിക്കിൻ്റെ മൂവ്മെൻറ്റ് വെച്ച് നോക്കുമ്പോൾ നമുക്കിവിടെ മനസ്സിലാകുന്നത് എന്താണ്? ഇവിടെ ഏറ്റവും കൂടുതൽ മൊമെൻറ്റം നടന്നുകൊണ്ടിരിക്കുന്ന പ്രോ ട്രെൻഡ് ഈസ് ബുള്ളിഷ് അല്ലേ? അപ്പോൾ ഇങ്ങനെ ക്യാൻഡിൽ സ്റ്റിക്ക് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇത് മനസ്സിലാക്കി കഴിയുമ്പോഴത്തേനും ഇതിൻ്റെ ട്രെൻഡ് എന്ന് പറയുന്ന ബുള്ളിഷാണ്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞ ശേഷം മാർക്കറ്റ് എങ്ങോട്ട് പോകണം? തിരിച്ച് ഓപ്പോസിറ്റ് പോകണം. അപ്പോൾ അതാണ് നമ്മളുടെ മെയിൻ ആയിട്ടുള്ള കാര്യം. സോ നൗ ബേസ്ഡ് ഓൺ സ്കാൽപ്പിങ്ങിനെ പറ്റി നമ്മൾ നോക്കുമ്പോൾ നമ്മളിവിടെ എൻട്രി എടുത്തു കഴിഞ്ഞാൽ വാട്ട് വിൽ ബി അവർ ഫസ്റ്റ് ടാർഗറ്റ് ഓർ സെക്കൻഡ് ടാർഗറ്റ്? എക്സിറ്റ് നമ്പർ 1, എക്സിറ്റ് നമ്പർ 2, എക്സിറ്റ് നമ്പർ 3. ഇതിലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സെറ്റപ്പിൽ ഏറ്റവും എക്സിറ്റ് നമ്മളുടെ പ്ലാൻ എന്ന് പറയുന്നത് ഇതിലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പ്ലാൻ ഏതായിരിക്കും? നിങ്ങൾ ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്യുക, അതിനുശേഷം ഒരു റീസൺ കണ്ടുപിടിക്കുക. എന്തുകൊണ്ടാണ് എക്സിറ്റ് 1 ഞാൻ സെലക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ എക്സിറ്റ് 2 ഞാൻ സെലക്ട് ചെയ്യുന്നത്, എക്സിറ്റ് 3 ഞാൻ സെലക്ട് ചെയ്യുന്നത്? ഒരു റീസൺ വേണം അല്ലേ? നമുക്കൊരു കണ്ടക്ച്വൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ യു ഷുഡ് ഹാവ് എ റീസൺ. അപ്പോൾ ആ റീസണെ ബേസ് ചെയ്തിട്ടായിരിക്കണം നമ്മുടെ ആൻസർ പറയേണ്ടത്. അപ്പോൾ ഇതിൽ ഏറ്റവും ബെസ്റ്റ് എക്സിറ്റ് പ്ലാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു ട്രേഡ് എടുത്തു, എനിക്ക് ബെസ്റ്റായിട്ട് എനിക്ക് ഈ ഒരു സ്ട്രക്ചർ കാണുമ്പോൾ എവിടെയായിരിക്കും എൻ്റെ എക്സിറ്റിലെ ഏറ്റവും ബെസ്റ്റ് എക്സിറ്റ് എന്നാണ് ഞാൻ ചോദിച്ചിരിക്കുന്നത്. ഇമ്മീഡിയറ്റ് എക്സിറ്റ് ആയിട്ടും അല്ലെങ്കിൽ ഈ ഒരു സ്ട്രക്ചറിൽ നമുക്ക് 3 ടാർഗറ്റ് നമുക്കിവിടെ കൃത്യമായിട്ട് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ? ഈ 3 ടാർഗറ്റിൽ ഏറ്റവും കോൺഫിഡൻസോടുകൂടി നമുക്ക് എൻട്രി എടുക്കാൻ പറ്റുന്ന ടാർഗറ്റ് ഏതായിരിക്കും എന്നാണ് ഞാൻ ചോദിക്കുന്നത്. സോ നിങ്ങൾ ഒരെണ്ണം ചൂസ് ചെയ്തല്ലോ, ഇപ്പം എക്സിറ്റ് 1 or 2 or 3 എന്തെങ്കിലും ആയിക്കോട്ടെ. സോ ലെറ്റ് us കം ടു ദ റീസണിങ്. നമ്മൾ ഈ ഒരു സ്ട്രക്ചർ നോക്കുമ്പോൾ
എൻട്രി എടുത്തിരിക്കുന്ന ലെവൽ കറക്റ്റാണ്. സോ ഇതിന് താഴെ ഇനി പ്രൈസ് ടാപ്പ് ചെയ്യുകയാണെങ്കിൽ ഓക്കെ വി വിൽ എക്സിറ്റ് ഇറ്റ്, നോ പ്രോബ്ലം. നൗ ഇവിടെ വന്ന് നോക്കുമ്പോൾ ഇവിടെ നമ്മളെ സംബന്ധിച്ച് ഒരു ടാർഗറ്റ് പോയിന്റ് ഇവിടെയുണ്ട്, റൈറ്റ്. പിന്നെ ഒരു ടാർഗറ്റ് ഇവിടെയുണ്ട്, ഒരു മിറ്റിഗേഷൻ പോയിന്റ് ഇവിടെയുണ്ട്, റൈറ്റ്. ഇവിടെയുണ്ട് ഒരു മിറ്റിഗേഷൻ പോയിന്റ്. അപ്പോൾ ഈ ഒരു മിറ്റിഗേഷൻ പോയിന്റ് ഇവിടെ ഉണ്ട്. അപ്പം ഇവിടെ നമ്മൾ നോക്കുന്നത് എന്താണ്? ഇവിടെ ഒരു കൺസോളിഡേഷൻ റേഞ്ച് ഇവിടെ ക്രിയേറ്റ് 3-4 ക്യാൻഡിൽ ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു, അല്ലേ? അതിൻ്റെ ഒരു 50% മിറ്റിഗേറ്റ് ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ അതിന് പ്രീവിയസ്ലി സം ഫോം ഓഫ് ലിക്വിഡിറ്റി ഈസ് ക്രിയേറ്റഡ്, അല്ലേ? ഇവിടെയും ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. സോ ഇവിടെ നമ്മൾ ഈ സ്ട്രക്ചർ മൊത്തത്തിൽ നോക്കുമ്പോൾ ദർ ഇസ് എ ഫോർമേഷൻ ഓഫ് ലിക്വിഡിറ്റി, റൈറ്റ്. നൗ കൺസെപ്റ്റ് ഓഫ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത് എന്താണ് ആക്ച്വലി? സോ നൗ ലെറ്റ് us draw the schematic. നൗ കൺസെപ്റ്റ് ഓഫ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത്, നൗ പ്രൈസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോഴത്തേനും ഇഫ് ഇറ്റ് ഈസ് ക്രിയേറ്റിംഗ് ഇൻറ്റേർണൽ പോയിന്റ് ഓഫ് ലിക്വിഡിറ്റി ദെൻ ഇറ്റ് ട്രിഗേഴ്സ് ഔട്ട്, അല്ലേ? ഇവിടുത്തെ ലിക്വിഡിറ്റി എടുക്കാൻ വേണ്ടിയിട്ട് ട്രിഗർ ചെയ്തു. അതിനുശേഷം പ്രൈസ് ഇവിടെ കൺസോളിഡേറ്റ് ചെയ്യുന്നു. സോ കൺസോളിഡേറ്റ് ചെയ്യുമ്പോൾ നെക്സ്റ്റ് ഇവിടുത്തെ ഓൾറെഡി ലിക്വിഡിറ്റി എല്ലാം എടുത്തതിന് ശേഷം നിൽക്കുകയാണ്. നൗ ഞാൻ എങ്ങോട്ടായിരിക്കും അടുത്ത ടാർഗറ്റ്? എൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ലിക്വിഡിറ്റി ഐ വിൽ ബി ടാർഗറ്റിംഗ്, റൈറ്റ്. സോ ഐ വിൽ ഗോ ഹിയർ, then I will come back, right, then I will go again here, then I will come back somewhere here, എന്നിട്ട് ഇങ്ങനെ പോകും. ഇതല്ലേ ദ കൺസെപ്റ്റ് ഓഫ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. സോ ഇൻറ്റേർണലി വെൻ ദ സ്ട്രക്ചർ ഈസ് ഇവിടെ നമ്മളിങ്ങനെ ക്രിയേറ്റ് ചെയ്യുമ്പോഴത്തേനും സ്ട്രക്ചറിൻ്റെ ഇവിടെ ഇൻറ്റേർണൽ സോൺ ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇതിനെ നമ്മൾ എന്താണ് പറയുന്നത്? ഇതിനെ നമ്മൾ പറയുന്നത് സ്വീപ്പ് സോൺ എന്ന് പറയാം, സ്വീപ്പ് സോൺ. അപ്പോൾ സ്വീപ്പ് സോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് അതിനൊരു പേര് കൊടുക്കാം, സ്വീപ്പ് സോൺ. സോ sweep zone is nothing but it's a flip zone, right? Flip zone. So what is flip zone? FLIP zone. So flip zone, sweep zone is of a flip zone. Flip എന്ന് പറഞ്ഞാൽ എന്താണ്? തിരിച്ച് റിവേഴ്സിൽ പോകുന്ന ഫ്ലിപ്പ് ചെയ്യുക എന്ന് പറയുന്നത്, അല്ലേ? നമ്മളിപ്പം ഇതിപ്പം ഇങ്ങനെ നമ്മളെ എന്താ പറയുന്നത് ബൈയിങ് സെനാരിയോയിലേക്ക് ഇട്ടിരിക്കുന്നു. സോ വെൻ ഐ ഫ്ലിപ്പ് ഇതിങ്ങനെ വരും, അല്ലേ? തിരിച്ച് ഇങ്ങനെ ഇരിക്കുന്നത്. സോ സ്വീപ്പ് സോൺ ഈസ് എ ഫ്ലിപ്പ് സോൺ എന്നാണ് പറയുന്നത്. ഫ്ലിപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പോസിറ്റിലേക്ക് പോവുക, എങ്ങോട്ടാണ് വന്നിട്ടിരിക്കുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് പോകുന്നതിനാണ് ഫ്ലിപ്പ് എന്ന് പറയുന്നത്. സോ എന്ന് പറയുമ്പോഴത്തേനും നൗ ഇതാണ് സ്ട്രക്ചർ എന്ന് വിചാരിക്കുക. സോ വാട്ട് ഈസ് ഫ്ലിപ്പ് ഓഫ് ദിസ് സ്ട്രക്ചർ? ഈ സ്ട്രക്ചറിൻ്റെ ഫ്ലിപ്പ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നേരെ തിരിച്ചിരിക്കുക, ഓൾ ടൈ, ഓക്കെ, റൈറ്റ്. സോ ഫ്ലിപ്പ്. സോ സ്വീപ്പ് സോൺ ഈസ് എ ഫ്ലിപ്പ് സോൺ, അണ്ടർസ്റ്റുഡ്? മനസ്സിലായോ? സ്വീപ്പ് സോൺ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വീപ്പ് സോൺ ഈസ് എ ഫ്ലിപ്പ് സോൺ, ഫ്ലിപ്പ് സോൺ ക്രിയേറ്റ് ചെയ്യപ്പെടുക എന്നാണ് അവിടെ പറയുന്നത്. ഇവിടെ ഇതിൻ്റെ കൺസെപ്റ്റിലേക്ക് ഞാൻ പറയാം. ഇപ്പം ജസ്റ്റ് നമ്മളിപ്പോൾ സ്കാൽപ്പിങ്ങിൻ്റെ എൻട്രിയെ പറ്റി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേനും സം അതർ കൺസെപ്റ്റ് ഇതുവരെ ഞാൻ കവർ ചെയ്തില്ലാത്ത ടോപ്പിക്കാണ് ഈ സംഭവം. അപ്പോൾ അത് കയറി വരുന്നുണ്ട്. അപ്പോൾ അതെന്ന് പറഞ്ഞൊരു മിനിയേച്ചർ അണ്ടർസ്റ്റാൻഡിങ് ഞാനിപ്പോൾ തരാം. അതിനുശേഷം നമുക്ക് എൻട്രി സെനാരിയിലേക്ക് നമുക്ക് ഫോക്കസ് ചെയ്യാം. സോ സ്വീപ്പ് സോൺ ഈസ് ക്രിയേറ്റഡ്, ദാറ്റ് ഈസ് ഇൻഡയറക്ട്ലി വി വിൽ സേ ഇറ്റ്സ് എ ഫ്ലിപ്പ് സോൺ. നൗ കമ്മിങ് ബാക്ക് ടു ദ സ്ട്രക്ചർ. നൗ വാട്ട് ഈസ് ഹിയർ? ദിസ് ഈസ് എ സ്വീപ്പ് ആൻഡ് ഫ്ലിപ്പ് സോൺ, റൈറ്റ്? സോ ദിസ് ഈസ് എ ഫ്ലിപ്പ് സോൺ ആൻഡ് എ സ്വീപ്പ് സോൺ. സോ ഇതിനകത്ത് നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് എന്താണ്? സ്വീപ്പ് സോൺ ആൻഡ് എ ഫ്ലിപ്പ് സോൺ, റൈറ്റ്? നൗ ഇവിടെ വരുമ്പോഴത്തേനും ഇതും ഫ്ലിപ്പ് സോൺ, ഓക്കെ. നൗ ഇതാണ് രണ്ട് ഏരിയ അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. സോ എ സ്വീപ്പ് സോൺ ഈസ് ക്രിയേറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് ഇറ്റ് സ്വീപ്പ് സോൺ അവിടെ സ്വീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ എങ്ങനെ ക്യാൻഡിൽസ്റ്റിക് എങ്ങോട്ട് വരണം? ക്യാൻഡിൽസ്റ്റിക് ഇങ്ങനെ ഇതുപോലെ വരണം. അതായത് സ്വീപ്പ് സോൺ ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. സോ സ്വീപ്പ് സോൺ ഇൻഡയറക്ട്ലി ഇറ്റ് ഈസ് നമുക്ക് അതിനെ വിളിക്കുന്നത് ഫ്ലിപ്പ് സോൺ എന്നുമാണ്. അപ്പം സ്വീപ്പ് സോൺ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്യാൻഡിൽസ്റ്റിക് വിൽ ബി സ്വീപ്പിംഗ് ദിസ് ഏരിയ, റൈറ്റ്? ഇങ്ങനെ കയറി വരും ക്യാൻഡിൽസ്റ്റിക്. സോ ഇങ്ങനെ ക്യാൻഡിൽ കയറി വന്നതിന് ശേഷം എന്ത് ചെയ്യും? ഇറ്റ് വിൽ ബി ഫ്ലിപ്പിംഗ് ബാക്ക്, ഇങ്ങോട്ട് വരും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ, റൈറ്റ്? വെൻ സ്വീപ്പ് സോൺ ഈസ് ക്രിയേറ്റഡ് this will be taken away, candlestick activity, then ആ സ്വീപ്പ് സോൺ എടുത്തതിന് ശേഷം ഇറ്റ് വിൽ ബി ഫ്ലിപ്പിംഗ് ഓൺ ദ ഓപ്പോസിറ്റ് സൈഡ്. ഇപ്പം മുകളിലോട്ടല്ലേ വന്നത് ആദ്യം. അതിനുശേഷം അതെന്തിനാണ് വന്നത്? ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന എഞ്ചിനീയർഡ് ലിക്വിഡിറ്റി ഓർ ആ ഒരു എഞ്ചിനീയർഡ് ലിക്വിഡിറ്റി അല്ല ആക്ച്വലി അത്. നമ്മൾ ആ കൺസെപ്റ്റ് ഒരു പീരീഡ് ഓഫ് ടൈം പ്രൈസ് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു ബോക്സിനകത്ത് കുറച്ച് നേരം സ്പെൻഡ് ചെയ്യുന്നതിനെ നമ്മൾ എന്താ പറയുന്നത്? ഇപ്പോൾ ഇതിനെ നമ്മൾ എല്ലാം കൂടെ ഒരു ബോക്സ് വരയ്ക്കുകയാണെങ്കിൽ നമ്മൾ ഇതിനെ എഞ്ചിനീയർഡ് ലിക്വിഡിറ്റി എന്ന് പറയും. പക്ഷേ ഇവിടെ അത്രയും സമയം സ്പെൻഡ് ചെയ്യുന്നില്ല. സോ ഇറ്റ് ഇസ് നോട്ട് എഞ്ചിനീയർഡ് ലിക്വിഡിറ്റി, ഇറ്റ് ഇസ് കോൾഡ് സ്വീപ്പ് സോൺ. അതായത് ആ സോൺ ജസ്റ്റ് സ്വീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. സോ എഞ്ചിനീയർഡ് ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ആക്ടിവിറ്റി? പ്രീവിയസ്ലി എക്സ്പ്ലെയിൻഡ്, ഐ എം നോട്ട് ഗോയിങ് ടു ടെൽ യു. ആ സംഭവം വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. സോ ഇതിൻ്റെ പ്രൈസ് ആക്ടിവിറ്റി ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. സോ സ്വീപ്പ് സോൺ ആൻഡ് എഞ്ചിനീയർഡ് ലിക്വിഡിറ്റി ഈസ് ആൻ അബ്സല്യൂട്ട്ലി ഡിഫറൻറ്റ് കൺസെപ്റ്റ്. ബിക്കോസ് സ്വീപ്പ് സോണിനകത്ത് അധികം സമയം വരുന്നില്ല, ടൈം ക്യാൻഡിൽസ്റ്റിക് അധികം സമയം വരുന്നില്ല ബോക്സ് വരച്ച് നോക്കുകയാണെങ്കിൽ, റൈറ്റ്?
സോ അങ്ങനെ വരാത്തപ്പം നമ്മളതിനെ സ്വീപ്പ് സോൺ എന്ന് വിളിക്കുന്നു. അത് അത്ര ക്ലിയർ ആണല്ലോ. ഇനി നമ്മൾ നോക്കുന്നത് ഈ സ്വീപ്പ് സോണിനകത്ത് ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ, സ്വീപ്പ് സോൺ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ക്രിയേറ്റഡ് വിത്ത് എ പർപ്പസ് ദാറ്റ് സോൺ വിൽ ബി സ്വെപ്റ്റ്. മനസ്സിലായി? ആ സോൺ അവിടെ വന്ന് മാർക്കറ്റ് അതിൽ കയറി തിരിച്ച് പ്രൈസ് ഇതിലെ മുകളിലേക്ക് പോയി ഇങ്ങനെ പ്രൈസ് മുകളിലേക്ക് വന്ന് സ്വീപ്പ് ചെയ്യുമെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. പിടികിട്ടിയോ? റെഡ് ക്യാൻഡിലല്ല, നമുക്ക് ഇവിടെ ഗ്രീൻ ക്യാൻഡിൽ. സോ ഈ ക്യാൻഡിലിൻ്റെ കളറിലൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല. സോ ഇങ്ങനെ നമ്മൾ അവിടെ സ്വീപ്പ് ചെയ്യാൻ വേണ്ടി ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന സോൺ. ഇത്രയും ക്ലിയർ ആണല്ലോ. സ്വീപ്പ് സോൺ ഈസ് ക്രിയേറ്റഡ് ആൻഡ് ഫ്ലിപ്പ് സോൺ ഈസ് ക്രിയേറ്റഡ്. നൗ ക്യാൻഡിൽ സ്റ്റിക്ക് ഈസ് ട്രേഡിംഗ് ബിലോ വാട്ട്? ഇതിൻ്റെ ഒരു ലിക്വിഡിറ്റി പോയിന്റിന് ബോട്ടം ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുമ്പോഴത്തേനും നമ്മൾ എന്താണ് ഇവിടെ മനസ്സിലാക്കുന്നത്? ഇവിടെ ഇത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എക്സാക്ട്ലി ഈ സ്വീപ്പ് ഇതിന് ശേഷം, ഈ ലിക്വിഡിറ്റിയുടെ ആക്ടിവിറ്റിക്ക് ശേഷം പ്രൈസ് ഇമ്മീഡിയറ്റ്ലി റിവേഴ്സ് ചെയ്ത് മുകളിലേക്ക് പോകും. സോ ഇവിടെ സ്വീപ്പ് സോൺ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് കൊണ്ട് നമ്മളുടെ എക്സാക്ട് ടാർഗറ്റ് എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് കോൺഫിഡൻസോടുകൂടി ഈ ഒരു ഫസ്റ്റ് ടാർഗറ്റ് നമ്മൾ നോക്കേണ്ട കാര്യമില്ല, സെക്കൻഡ് ടാർഗറ്റിൽ നമ്മൾ നോക്കേണ്ട കാര്യമില്ല, തേർഡ് ടാർഗറ്റിലായിരിക്കണം നമ്മളുടെ ഫോക്കസ് എന്ന് പറയുന്നത്. വൈ? ബിക്കോസ് ഇറ്റ് വിൽ ബി സ്വെപ്റ്റ് അവേ. നമ്പർ 1 ക്ലിയർ ആണല്ലോ. നൗ ഇവിടെ ഇത് ക്ലിയർലി സ്വീപ്പ് ചെയ്യുകയും ചെയ്യുമെന്ന് നമ്മൾ പറയുമ്പോഴത്തേനും ഇവിടെ എന്താണ് നമ്മളുടെ ആക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ നമ്മൾ നോക്കുമ്പം ഒരു ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു അല്ലേ, അതിനുശേഷം അടുത്ത ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. സോ നമ്മൾ ഇതിൻ്റെ ഈ പർട്ടിക്കുലർ ക്യാൻഡിലിൻ്റെ 50% നോക്കുമ്പോഴും വാട്ട് ആർ യു സീയിങ് ഹിയർ? ഇവിടെ എന്താണ് നമ്മൾ കാണുന്നത്? സോ നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വീപ്പ് സോണിൻ്റെ മുകളിൽ നമ്മളുടെ കറക്റ്റായിട്ടുള്ള ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഏരിയ എന്ന് പറയുന്നതും ആ ഏരിയയും നമ്മളുടെ എക്സിറ്റ് സ്വീപ്പ് സോണിൻ്റെ ആ ഏരിയയും ഇറ്റ് ഈസ് കോയിൻസൈഡിങ് അല്ലേ, രണ്ടും കൂടെ മെർജ് ചെയ്ത് വരുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുന്നതിന് ഓവർലാപ്പ് ചെയ്ത് വരുന്നുണ്ട്. സോ ദ നാരറ്റീവ് ഈസ് വെൽ ആർട്ടിക്കുലേറ്റഡ്, റൈറ്റ്? ക്ലിയർ ആയിട്ട് നമുക്കത് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്നുണ്ടോ? അതാണ് ഞാൻ ചോദിക്കുന്നതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യം. സോ നാരറ്റീവ് ഈസ് ക്ലിയർ. സോ വെൻ എ സ്വീപ്പ് സോൺ ഈസ് ക്രിയേറ്റഡ് ആൻഡ് ഇറ്റ് വിൽ ബി സ്വെപ്റ്റ് ആൻഡ് ഇറ്റ് വിൽ ബി സ്വെപ്റ്റ് അവേ അല്ലേ, അത് സ്വീപ്പ് ചെയ്തിരിക്കും എന്നാണ് പറഞ്ഞത്. സ്വീപ്പ് ചെയ്തതിന് ശേഷം എന്താണ് പറയുന്നത്? അപ്പം നമ്മളുടെ ഇവിടെ ഇത് സ്വീപ്പ് ചെയ്യാൻ വരുമെന്ന് നമുക്കറിയാമെങ്കിൽ ദാറ്റ് ഇസ് യുവർ, ഓഫ് കോഴ്സ് ഇറ്റ് ഇസ് യുവർ ടാർഗറ്റ്, റൈറ്റ്? സോ ഇറ്റ്സ് എ 100% പ്രോബബിൾ ഗെയിം. നൗ അണ്ടർസ്റ്റുഡ്? അപ്പം ഇങ്ങനെ നമ്മൾ ചാർട്ടിനെ മനസ്സിലാക്കുമ്പം യു ഡോണ്ട് നീഡ് 3 candle provided that sweep zone is created and flip zone will be created later. That's second part of the game, right? So liquidity കൺസെപ്റ്റിനകത്ത് മനസ്സിലാക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ്? when there is no liquidity load on the left side and something is not built on the left, right? Something is not built on the left and something is built on the right, and if it is creating a sweep zone will be swept when price is trading below this particular structure അല്ലേ. ഇതിന് താഴെയാണ് പ്രൈസ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേനും, ബിക്കോസ് ഇങ്ങനെ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ യു ക്യാൻ സീ ദാറ്റ് ദർ ഇസ് എ ടാർഗറ്റ്. അപ്പോൾ നമ്മൾ ഇവിടെ ബൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഇതായിരിക്കും. ഇമീഡിയറ്റ്ലി നമുക്ക് ആ ഒരു ഡിസ്റ്റൻസ് ആയാലും കിട്ടുന്നുണ്ട്. അല്ല നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് കയറി ഇവിടെ വെച്ച് ബൈ ചെയ്ത് കഴിഞ്ഞാൽ യുവർ ടാർഗറ്റ് ഇസ് ദിസ് 10-12 പോയിൻ്റ് കിട്ടുള്ളൂ. ഓപ്ഷൻ്റെ പ്രീമിയം അനങ്ങത്തില്ല. സോ യു വിൽ ബി അറ്റ് ലോസ്. സോ വിൽ യു വാണ്ട് ടു എൻ്റർ ഇൻ ടു ദിസ് പർട്ടിക്കുലർ ട്രേഡ്? ഈ ഒരു സെനാരിയോ വേണം, ബട്ട് യു കനോട്ട് ഗെറ്റ് ഇൻ ബിറ്റ്വീൻ ദിസ് അല്ലേ. ലാസ്റ്റ് വീഡിയോയ്ക്കകത്ത് ഞാൻ പറയുന്നുണ്ട് ഒരു എവിടെയൊക്കെ നമ്മൾ എൻ്റർ ചെയ്യണം, റൈറ്റ്? നൗ ദിസ് ഈസ് എ കൺസെപ്റ്റ് ഓഫ് ലിക്വിഡിറ്റിയുടെ മിനിയേച്ചർ സ്റ്റൈലിൽ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന സംഭവമാണ്. സോ നൗ നമ്മളിവിടെ നോക്കുമ്പോൾ നമ്മൾ എൻട്രി എടുത്തിരിക്കുന്നത് വെൻ പ്രൈസ് വാസ് സ്വീപ്പിംഗ് എ ലിക്വിഡിറ്റി. നമ്പർ 1 എൻട്രി ഈസ് റൈറ്റ് പോയിന്റ് ഓഫ് എൻട്രി. Why it is a right point of entry? Because you are seeing a target. Number 1 first exit plan, second exit plan, third exit plan, and extreme case തേർഡ് എക്സിറ്റ് പ്ലാൻ എന്ന് പറയുന്നത് സ്വീപ്പ് സോൺ ക്രിയേറ്റ് ചെയ്യും, ഫ്ലിപ്പ് സോൺ ക്രിയേറ്റ് ചെയ്യപ്പെടുകയും ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പോസിബിലിറ്റി ഉള്ള ഒരു സ്ട്രക്ചറിൻ്റെ ഫോർമേഷനിൽ വെൻ യു സീ ദിസ് കൈൻഡ് ഓഫ് സെറ്റപ്പ് യു ക്യാൻ ഗെറ്റ് ഇൻ ടു ദ ട്രേഡ് വെൻ ഇറ്റ് ഈസ് നമുക്ക് ഇങ്ങനത്തെ ഒരു സെറ്റപ്പ് കാണുമ്പോൾ നമുക്ക് ട്രേഡിലേക്ക് എൻട്രി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ ഈ ലിക്വിഡിറ്റി ഫോർമേഷൻ ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുമ്പം യു ക്യാൻ ഗെറ്റ് ഇൻ ടു ദ ട്രേഡ്. മനസ്സിലായോ? ബിക്കോസ് ഇത് മേ ബി ഒരു ക്യാൻഡിലും കൂടെ മേ ബി ഇത് താഴോട്ട് വന്നെന്നിരിക്കാം അല്ലേ. ഇവിടെ ഇങ്ങനെ ഒരു ക്യാൻഡിലും കൂടെ മേ ബി വന്നെന്നിരിക്കാം. സോറി, ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഒരു ക്യാൻഡിലും കൂടെ ഇങ്ങനെ വന്നെന്ന് വിചാരിക്കാം. എന്തുകൊണ്ട് വരാൻ മേലെന്ന് ഇവിടെ ചോദിക്കും. സോ ഇവിടെ ഒരു ഇതുണ്ട് അല്ലേ, ഇവിടെ ഒരു ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. സോ നമ്മൾ അങ്ങനെ കണ്ടമാനം ഇംബാലൻസും അതും എല്ലാം നോക്കിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ യു വിൽ നെവർ ഗെറ്റ് എ ട്രേഡ് അല്ലേ. 100% പെർഫെക്ഷൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു ട്രേഡും കിട്ടത്തില്ല. ഫസ്റ്റ് തിങ് ദ പ്രൈമറി ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കണം? പ്രൈമറി ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ പ്രൈസ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ
കോൺഫിഡൻസ് ലെവൽ ഈസ് ഓൺ യുവർ ടാർഗറ്റ്. ബിക്കോസ് നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത് ടാർഗറ്റിലാണ്. ടാർഗറ്റ് ഇല്ലാതെ നമുക്ക് എന്ത് ട്രേഡാണ്. സോ ടാർഗറ്റിൻ്റെ ഡിസ്റ്റൻസ് കൂടി വരുന്തോറും യു ക്യാൻ ഗെറ്റ് ഔട്ട് ഇൻ ബിറ്റ്വീൻ. അതിനകത്ത് ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു പ്രോഫിറ്റബിൾ പൊസിഷനിൽ ട്രേഡ് റൺ ചെയ്തുകൊണ്ടിരിക്കുമ്പം ഇതുപോലെ സ്വീപ്പ് സോണും ഫ്ലിപ്പ് സോണും ഒക്കെ ക്രിയേറ്റ് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. സ്വീപ്പ് സോൺ ക്രിയേറ്റ് ചെയ്ത ശേഷം ഫ്ലിപ്പ് സോൺ വരുമ്പോഴത്തേനും നമുക്ക് അങ്ങനത്തെ ഏരിയ ഉണ്ടെന്ന് നമ്മൾ കാണുമ്പോഴത്തേനും നമ്മളുടെ കോൺഫിഡൻസ് ലെവൽ കുറച്ചുകൂടെ കൂടുതലാണ്, അല്ലേ? അപ്പം നമ്മളുടെ എക്സിറ്റ് പ്ലാൻ വി വിൽ ബി എക്സിറ്റിംഗ് അറ്റ് 3. നൗ വാട്ട് ദ മാർക്കറ്റ് ഹാസ് ഡൺ. ഇന്നത്തെ മാർക്കറ്റ് ഇത് എന്താണ് മാർക്കറ്റ് ചെയ്തതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സി നമ്മളുടെ ആദ്യത്തെ ഒരു ക്യാൻഡിൽ, സെക്കൻഡ് ക്യാൻഡിൽ, തേർഡ് ക്യാൻഡിൽ സ്വീപ്പ് ചെയ്തേക്കുന്നു. ഏകദേശം ഇതുണ്ടോ അതിൻ്റെ മുകളിൽ സ്വീപ്പ് ചെയ്തു. നെക്സ്റ്റ് ക്യാൻഡിൽ വരുന്നു, ഫ്ലിപ്പ് സോൺ ക്രിയേറ്റ് ചെയ്യുന്നു. സോ ആ ഒരു ഏരിയ കംപ്ലീറ്റ്ലി മിറ്റിഗേറ്റഡ്. സോ ഇറ്റ് ഈസ് ടാർഗറ്റിംഗ് നെക്സ്റ്റ് ദിസ് തിങ്. ഇത് പോകുന്നു, അല്ലേ? പക്ഷേ അതിനിപ്പുറം നമ്മൾ ഇവിടുന്ന് എക്സിറ്റ് ആയി കളയും. സോ അതിനുശേഷം പ്രൈസിൻ്റെ ആക്ടിവിറ്റി സി ഹൗ ഇറ്റ് ഈസ് ഗോയിങ്. കേട്ടോ, ഇപ്പോൾ ഇത്രേ ഉള്ളൂ മാർക്കറ്റ്. ഇവിടെ കൊണ്ട് തീർന്നു. ഇപ്പം റണ്ണിങ് ആണ്, ലൈവ് മാർക്കറ്റാണ്. കേട്ടോ, -68 ഇപ്പോൾ താഴോട്ട് വന്നിട്ടിരിക്കുന്നു. സോ നമ്മളുടെ എക്സിറ്റ് പ്ലാൻ പ്രകാരം നമ്മളവിടെ എക്സിറ്റ് ചെയ്യണോ വേണ്ടയോ ചെയ്യണം. നമുക്ക് ഈ കറക്റ്റായിട്ടുള്ള ടാർഗറ്റ് ഇവിടെ കിട്ടി. സോ അതിനുശേഷം പ്രൈസ് വീണ്ടും താഴേക്ക് വരുന്നുണ്ട്. സോ പ്രൈസിൻ്റെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് എന്താണ്? ആക്ച്വലി പ്രൈസിൻ്റെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഇറ്റ്സ് ഈ ലിക്വിഡിറ്റിയുടെ ഫോർമേഷൻ. നമ്മൾ അതിൻ്റെ ഡീറ്റെയിലിങ്ങിലേക്ക് പതുക്കെ കിടക്കുമ്പോൾ നമുക്ക് കുറേയധികം കാര്യങ്ങൾ ഇതിനകത്ത് ക്ലബ് ചെയ്ത് കഴിയുമ്പോഴത്തേനും സ്ലോലി യു വിൽ ഓപ്പൺ യുവർ മൈൻഡ്. ഓക്കെ, വാട്ട് ഈസ് ദെയർ ഇൻ ദ ചാർട്ട്? എന്താണ് ചാർട്ട് ഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്? എവിടെയാണ് ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? എങ്ങനെയായിരിക്കും അടുത്ത ആക്ടിവിറ്റി വരുന്നത്? ഇപ്പോൾ ലിക്വിഡിറ്റി ഇവിടെ വെച്ച് ഇവിടെ ഇത് സ്വീപ്പ് ചെയ്യാൻ വരുമെന്ന് നമുക്കറിയുമ്പോൾ ഇത് സ്വീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു മൂവ്മെൻറ്റിൻ്റെ എക്സ്പെക്ടേഷന് ഇഫ് യു ഹാവ് എ നെഗറ്റീവ് യു ക്യാൻ ടേക്ക് എ ഷോർട്ട് പൊസിഷൻ ഫ്രം ഹിയർ. അത് പിന്നീട് ഞാൻ പഠിപ്പിച്ചു തരാം. ഇപ്പം നമ്മൾ ബൈയിങ് പ്ലാനിലേക്ക് തന്നെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്, അല്ലേ? അപ്പം ഇങ്ങനെ നമുക്ക് തിരിച്ചും മറിച്ചും എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. ബട്ട് യു ഷുഡ് ഹാവ് എ പ്രോപ്പർ കണ്ടെക്സ്റ്റ്. എന്താണ് ട്രേഡ് ചെയ്യുന്നത്, എന്താണ് നമ്മൾ അന്നേരം ചിന്തിക്കുന്നത്? ഇതാണ് ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ലെക്ചർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ചെറിയൊരു ലെക്ചറായിരുന്നു, 25 മിനിറ്റോളം സമയം ഓൾറെഡി ആയി. അപ്പം എന്നും പറയുന്ന പോലെ കമൻസുകൾ എഴുതണം. കമൻസാണ് എൻ്റെ ഊർജ്ജം. കമൻസ് ഇല്ലെങ്കിൽ പതുക്കെ വീഡിയോകളെല്ലാം നിന്നു പോകും. അതുകൊണ്ട് നിങ്ങളുടെ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇതിലെ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളുമായിട്ട് നമുക്ക് ഷെയർ ചെയ്യാമല്ലോ ചാനലിൽ കൂടെ. അപ്പം അങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുക, പറഞ്ഞുകൊണ്ടിരിക്കുക. നല്ലൊരു കമ്മ്യൂണിറ്റി നമുക്ക് ഒരുമിച്ച് ബിൽഡപ്പ് ചെയ്യാം. എല്ലാവർക്കും നന്മകൾ വരട്ടെ. താങ്ക് യു ആൻഡ് സീ യു ഇൻ അനദർ വീഡിയോ.